Hello everyone. In the last session we have seen what is R of t and what is the meaning of that, right? In this session we are going to see the calculus of vector valued functions of one variable. അതായത് ആർ ഓഫ് ടി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നമുക്ക് കോർഡിനേറ്റ് സിസ്റ്റത്തിൽ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് അതിൻ്റെ ലിമിറ്റ് എങ്ങനെ കാണാം. കാൽക്കുലസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മെയിൻലി ലിമിറ്റ്, കണ്ടിന്യൂറ്റി, ഡെറിവേറ്റീവ്, ഇൻ്റഗ്രൽസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക. ഇതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ആർ ഓഫ് ടി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ അത് കോർഡിനേറ്റ് സിസ്റ്റത്താണ് നൽകിയത്. എക്സ് ഓഫ് ടി ഐ പ്ലസ് വൈ ഓഫ് ടി ജെ പ്ലസ് ഇസഡ് ഓഫ് ടി എ അങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ലിമിറ്റ് ടി ടെൻസ് ടു എ ആർ ഓഫ് ടി എന്തായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അത് പ്രത്യേകിച്ച് ചെയ്യാനില്ല, ഓരോ ഇൻഡിവിജ്വൽ കേസിലും അതിൻ്റെ ലിമിറ്റ് എടുത്താൽ മതിയാവും. ഇപ്പോൾ ഫസ്റ്റ് കോർഡിനേറ്റ് എക്സ് ഓഫ് ടിയുടെ ലിമിറ്റ് എടുക്കുക, ലിമിറ്റ് ടി ടെൻസ് ടു എക്സ് ഓഫ് ടി, ലിമിറ്റ് ടി ടെൻസ് ടു വൈ ഓഫ് ടി, ലിമിറ്റ് ടി ടെൻസ് ടു ഇസഡ് ഓഫ് ടി. ആ കിട്ടുന്നതായിരിക്കും അതിൻ്റെ ലിമിറ്റ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈ ഇൻഡിവിജ്വൽ ഈ കോമ്പോണൻറ്റിൻ്റെ ലിമിറ്റുകൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലാണ് ആർ ഓഫ് ടിയുടെ ലിമിറ്റ് നമ്മൾ എക്സിസ്റ്റ് ചെയ്യാമെന്ന് പറയാം. ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ we say that limit of that r of t does not exist. Okay, അതുപോലെ ഇതുപോലെ ഒരു ഫംഗ്ഷൻ ആർ ഓഫ് ടി എന്ന് പറയുന്നത് ടി ഈക്വൽ ടു എയിൽ കണ്ടിന്യൂസ് ആണെന്ന് പറയണമെങ്കിൽ ആ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം. ദിസ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം. അപ്പോൾ ആ ലിമിറ്റ് തന്നെ ആയിരിക്കണം നമ്മൾ ഈ ഫംഗ്ഷനകത്തേക്ക് ടിയുടെ സ്ഥാനത്ത് എ കൊടുക്കാമെന്ന് വിചാരിക്കാം. ടിയുടെ സ്ഥാനത്ത് എ കൊടുക്കുമ്പോൾ നമുക്കൊരു വെക്ടർ കിട്ടും. സോ ദീസ് ടു വെക്ടേഴ്സ് ആർ ഈക്വൽ ആണെങ്കിൽ നമ്മൾ പറയും എന്താണ്, ഇതൊരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ് എന്ന് നമ്മൾ പറയും. ഓക്കെ, അതാണ് അതിൻ്റെ ഡെഫിനിഷൻ, ലിമിറ്റ് ആൻഡ് കണ്ടിന്യൂറ്റി. നെക്സ്റ്റ് ഡെറിവേറ്റീവ് ആണ്. ഇഫ് ആർ ഓഫ് ടി ഈസ് എ വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ, ആർ ഡിഫറൻഷ്യബിൾ ആണ് എന്ന് പറയണമെങ്കിൽ അതിൻ്റെ എല്ലാ കമ്പോണൻറ്റും എന്തായിരിക്കും, ഡിഫറൻഷ്യബിൾ ആയിരിക്കും. ഓക്കെ, സോ ദിസ് ഈസ് വാട്ട് ഇറ്റ് മീൻസ്. ഇഫ് ആർ ഓഫ് ടി is equal to x of t, y of t, z of t, then its derivative നമ്മൾ r dash of t എന്ന് വിളിക്കാം. So r dash of t is going to be the derivative of each of these components, and that is x dash of t and y dash of t and z dash of t. Okay, so this is what it is. അപ്പോൾ ഇൻഡിവിജ്വൽ ഓരോന്നിൻ്റെയും ഡെറിവേറ്റീവ് എടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഡെറിവേറ്റീവ് കിട്ടും. അപ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണാൻ പറ്റിയാൽ ഒരു പക്ഷേ നമുക്ക് സെക്കൻഡ് ഡെറിവേറ്റീവ് കാണാം, തേർഡ് ഡെറിവേറ്റീവ് കാണാം, ആൻഡ് ഹയർ ഓർഡർ ഡെറിവേറ്റീവ്സ് ഒക്കെ നമുക്ക് ഇതേ രീതിയിൽ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇനി ആക്ച്വലി എന്താണ് ഈ ഡെറിവേറ്റീവ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുക? അപ്പോൾ നമ്മൾ പറഞ്ഞതനുസരിച്ച് ആർ ഓഫ് ടി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു കർവ് ആയിരിക്കും, സ്പേസിലുള്ള ഒരു കർവ് ആയിരിക്കും. സോ ലെറ്റ് ദിസ് ബി ദ കർവ്. ഇതാണ് ഒരു കർവ് എന്ന് വിചാരിക്കുക. ഇതാണ് നമുക്ക് ആർ ഓഫ് ടി എന്ന് പറയുന്ന ഒരു കർവായിട്ട് നമുക്ക് തന്നിട്ടുള്ളത്. Okay, and at a particular point, let this point be t naught. Okay, ഒരു ടി നോട്ട് എന്ന് പറയുന്ന പോയിന്റിൽ, അല്ലെങ്കിൽ ടി നോട്ട് എന്ന് പറഞ്ഞ ടൈമിൽ നമ്മുടെ പൊസിഷൻ വെക്ടർ ആണ് ഇതെന്ന് വിചാരിക്കുക. ആർ ഓഫ് ടി നോട്ട് നമ്മൾ പറയും. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഡെറിവേറ്റീവ് നമുക്ക് കാണണമെന്ന് വിചാരിക്കാം. ഓക്കെ, സോ ദ ക്വസ്റ്റ്യൻ ഇസ് വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ആർ ഡാഷ് ഓഫ് ടി നോട്ട്? ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇത് എന്താണ് നോക്കാം. അപ്പോൾ ഈ ടി നോട്ട് എന്ന് പറയുന്ന പോയിന്റിൽ നമുക്ക് ആർ ഓഫ് ടി നോട്ട് എന്ന് പറയുന്ന ഒരു പൊസിഷൻ വെക്ടർ കിട്ടും. ഓക്കെ, ആൻഡ് ദിസ് ഇസ് ആർ ഓഫ് ടി നോട്ട്. ഇതാണ് ആർ ഓഫ് ടി നോട്ട് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഡെറിവേറ്റീവ് അറ്റ് ടി നോട്ട് കണ്ടുപിടിച്ചാൽ നമുക്ക് കിട്ടുക, ഈ പോയിന്റിൽ നമുക്ക് ഈ കർവിന് ഒരു ടാൻജന്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവും. റൈറ്റ്, ഈ പോയിന്റിൽ നമുക്കൊരു ഒരു ടാൻജന്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവും. ആ ടാൻജന്റ് ലൈൻ നമ്മൾ വരയ്ക്കുന്നു എന്ന് വിചാരിക്കാം. കർവ് ഒന്നുകൂടി ഒന്ന് ഓക്കെ, ഇവിടെ നമ്മളൊരു ടാൻജന്റ് വരയ്ക്കുന്നു എന്ന് വിചാരിക്കും. ഓക്കെ, ഇപ്പോൾ ടാൻജന്റ് എന്ന് പറയുന്നത് ഇതായിരിക്കും ടാൻജന്റ്. റൈറ്റ്, ഇതായിരിക്കും അതിൻ്റെ ടാൻജന്റ് എന്ന് പറയുന്നത്, ഈ കർവിലെ ടാൻജന്റ്. ഈ ടാൻജന്റ് ആയിരിക്കും നമുക്ക് ഈ ടാൻജന്റിന്റെ പൊസിഷൻ വെക്ടർ ആയിരിക്കും നമുക്ക് എന്ത് തരിക, ആർ ഡാഷ് ഓഫ് ടി നോട്ട് എന്ന് പറയാം. ആക്ച്വലി ഇതൊരു വെക്ടർ തന്നെയാണ്. സോ ആർ ഡാഷ് ഓഫ് ടി നോട്ട് എന്ന് പറയുന്നത് ഇതായിരിക്കും നമുക്ക് തരിക. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ മീനിങ് ഓഫ് ദ ഡെറിവേറ്റീവ്. റൈറ്റ്,
Okay. ഇനി ഇതിൻ്റെ ചില റൂൾസ് ഓഫ് ഡിഫറൻസിയേഷൻ, ചില പ്രോപ്പർട്ടീസ് ആണ് പറഞ്ഞിരിക്കുന്നത്. സോ കോൺസ്റ്റന്റ് വെക്ടർ ആണെങ്കിൽ ഡെറിവേറ്റീവ് ഈസ് ഓൾവേസ് സീറോ. ദാറ്റ് മീൻസ് if you want to find the derivative of d by dt of 2i plus minus j plus k, ഇതെന്ന് പറയുന്നത് കോൺസ്റ്റന്റ് വെക്ടർ ആണ്. ഇവിടെ t എന്ന് പറയുന്ന ഫങ്ഷൻസ് ഒന്നുമില്ല, അപ്പോൾ ഇതൊരു കോൺസ്റ്റന്റ് വെക്ടർ ആണ്. സോ ഓൾവേസ് ദ ഡെറിവേറ്റീവ് ഈസ് ഗോയിങ് ടു ബി സീറോ. അതാണ് ഫസ്റ്റ് വൺ മീൻ ചെയ്യുക. And if there is a constant multiplied with r of t, then that constant comes out and k times d by dt of r of t എന്ന് എഴുതാം. അതുപോലെ if the vector is the sum of two different vector point functions, then you can find the derivative of each of them individually and then add it. അതുപോലെ സബ്ട്രാക്ഷനും ഇതേ മെത്തേഡ് ഹോൾഡ് ചെയ്യും. ആൻഡ് എഫ് ഓഫ് ടി ഇസ് എ ഫംഗ്ഷൻ, ആർ ഓഫ് ടി ഇസ് എ വെക്ടർ. അപ്പോൾ അങ്ങനെ പ്രൊഡക്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നതെങ്കിൽ നമുക്ക് യൂഷ്വൽ product rule ഉപയോഗിക്കാം. f of t times derivative of r of t plus derivative of f of t times r of t. സോ product rule നമുക്ക് അപ്ലൈ ചെയ്യാം. f of t എന്ന് പറയുന്ന ഒരു വെക്ടർ അല്ല, സാധാരണ ഒരു ടിയിലുള്ള ഒരു ഫംഗ്ഷൻ. r of t എന്ന് പറയുന്നത് വെക്ടറുമാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഡെറിവേറ്റീവ്. സോ ബേസിക്കലി ദിസ് ഈസ് വാട്ട് യു ഹാവ് ടു മെമ്മറൈസ്. r of t എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ ഹൗ ടു ഫൈൻഡ് ഇറ്റ്സ് ഡെറിവേറ്റീവ് ആൻഡ് വാട്ട് ഡസ് ഇറ്റ് മീൻ, ഇത്തരം കാര്യങ്ങളാണ് ഇവിടെ ഓർക്കേണ്ടത്. അതുപോലെ രണ്ട് വെക്ടേഴ്സ് r1 of t ആൻഡ് r2 of t, രണ്ടും വെക്ടേഴ്സ് ആണ്. സോ പ്രൊഡക്റ്റ് എന്ന് പറയുന്ന യൂഷ്വൽ മൾട്ടിപ്ലിക്കേഷൻ ഡസ് നോട്ട് എക്സിസ്റ്റ്, ബട്ട് ദ ഡോട്ട് പ്രോഡക്റ്റ് എക്സിസ്റ്റ്. ആൻഡ് ഡോട്ട് പ്രോഡക്റ്റിൻ്റെ ഡെറിവേറ്റീവ് കാണണമെന്ന് വിചാരിക്കാം. അപ്പോൾ അവിടെ നമുക്ക് പ്രൊഡക്റ്റ് റൂൾ ഉപയോഗിക്കാം. r1 of t ഡോട്ട് ഡെറിവേറ്റീവ് ഓഫ് r2 പ്ലസ് ഡെറിവേറ്റീവ് ഓഫ് r1 ഡോട്ട് r2. The same way cross product നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യാവുന്നതാണ്. ഓക്കെ, r1 cross derivative of r2 plus derivative of r1 cross r2. Okay, next is tangent line to graph of vector valued functions. നമ്മളിപ്പോൾ ഒരു ഡെഫിനിഷൻ കണ്ടിരുന്നു, അതായത് എന്താണ് ഇതുകൊണ്ട് മീൻ ചെയ്യുക, ഡെറിവേറ്റീവ് കൊണ്ട് മീൻ ചെയ്യാൻ നമ്മളിപ്പോൾ കണ്ടിരുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇഫ് യു ഹാവ് എ കർവ് ലൈക്ക് ദിസ്, അപ്പോൾ നമുക്ക് ഇവിടെ ഒരു പോയിന്റിൽ ഇതിൻ്റെ ഒരു ടാൻജൻറ്റ് വരയ്ക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതൊരു ടാൻജൻറ്റ് എന്ന് പറയുമ്പോൾ സ്ട്രൈറ്റ് ലൈനാണല്ലോ കിട്ടുക. ഇങ്ങനെ ഒരു ലൈനാണ് കിട്ടുന്നതായിരിക്കാം. ഈ ലൈനിനെയാണ് നമ്മൾ ടാൻജൻറ്റ് ലൈൻ എന്ന് പറയാം. ഇതാണ് ടാൻജൻറ്റ് ലൈൻ. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ ആർ ഓഫ് ടി ആണ്. ഓക്കെ, സോ ഹൗ ക്യാൻ വി ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ദിസ് ടാൻജൻറ്റ് ലൈൻ അറ്റ് എ പെർട്ടിക്കുലർ പോയിന്റ്? ഒരു ടി നോട്ട് എന്ന് പറയുന്ന പോയിന്റ് ഫിക്സ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇവിടെ ഒരു പോയിന്റ് കിട്ടുക. അപ്പോൾ ഈ ടി നോട്ടിൽ ഇതിൻ്റെ ഇക്വേഷൻ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. റൈറ്റ്, അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. നമ്മൾ പറഞ്ഞല്ലോ, ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ആക്ച്വലി നമുക്ക് എന്ത് കിട്ടും? ആക്ച്വലി ഇതിൻ്റെ ടാൻജൻറ്റ് കിട്ടും അല്ലേ, ഈ പോയിന്റിലെ ടാൻജൻറ്റ് കിട്ടും. ആൻഡ് ദാറ്റ് ടാൻജൻറ്റ് ഈസ് ദ സെയിം ആസ് ദിസ് ലൈൻ. റൈറ്റ്, അപ്പോൾ ആ ആക്ച്വലി നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ ഇതാണ്. ആർ ഈസ് ഈക്വൽ ടു ടി നോട്ട് ആർ നോട്ട് പ്ലസ് ടി വി നോട്ട് എന്ന് പറയുന്നതാണ് എന്ത്, ഇതിൻ്റെ ഇക്വേഷൻ, ഒരു ലൈനിൻ്റെ ഇക്വേഷൻ എന്ന് പറയാം. അപ്പോൾ ആർ നോട്ട് എന്ന് പറയുന്നത് ആക്ച്വലി തീർച്ചയായിട്ടും ഒരു പോയിന്റ് ആണ്. അപ്പോൾ ആ പോയിന്റ് നമുക്കറിയാം, ആർ നോട്ട് ഈസ് എ പോയിന്റ് ദാറ്റ് ഈസ് ഗിവൺ പ്ലസ് ടി ടൈംസ് വി നോട്ട്. ഈ വി നോട്ട് എന്ന് പറയുന്നത് ഇതിന് പാരലായിട്ടൽ വെക്ടർ ആണ്. ഇതിന് പാരലായിട്ടൽ വെക്ടർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ ആർ ഓഫ് ടിയുടെ ഡെറിവേറ്റീവ് എടുത്താൽ മതി. സോ ആർ ഡാഷ് ഓഫ് ടി, ടി നോട്ട് എന്ന് പറയുന്നതായിരിക്കും നമ്മുടെ വി നോട്ട് എന്ന് പറയാം. സോ ബേസിക്കലി ഇതായിരിക്കും നമ്മുടെ ഇക്വേഷൻ. സോ ആർ ഇക്വേഷൻ ഓഫ് ദ ടാൻജൻറ്റ് ലൈൻ ആർ ഓഫ് ടി ഇസ് ഈക്വൽ ടു ആർ നോട്ട്, അല്ലെങ്കിൽ ആർ നോട്ട് എന്ന് വെച്ചാൽ ആർ ഓഫ് ടി നോട്ടാണ്. ആർ ഓഫ് ടി നോട്ട് പ്ലസ് ടി ടൈംസ് വി നോട്ട് എന്ന് പറയുന്നത് ആർ ഡാഷ് ഓഫ് ടി നോട്ടാണ്. ഇതായിരിക്കും ഇക്വേഷൻ ഓഫ് ദി ടാൻജൻറ്റ് ലൈൻ. ആർ ഓഫ് ടി നോട്ട് പ്ലസ് ടി ടൈംസ് ആർ ഡാഷ് ഓഫ് ടി നോട്ട്. ഇതിനെ കണ്ടുപിടിച്ച് നമുക്ക് എന്ത് കിട്ടും? ഒരു ടാൻജൻറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ കിട്ടും. സോ ഈ റിസൾട്ട് ഓർത്തിരിക്കേണ്ടതാണ്. ആൻഡ് ഹൗ ടു ഫൈൻഡ് ദ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ഓഫ് എ വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ. ഓക്കെ, എങ്ങനെയാണ് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് പറയാം. ഇപ്പോൾ വീണ്ടും ആർ എഫ് ടി എന്ന് പറയുന്നത് ഇതുപോലെ ഒരു ഫംഗ്ഷനായിട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത് വിചാരിക്കുക. എക്സ് കോമ്പോണൻറ്റ് വെക്ടറായിട്ടാണ് തന്നിരിക്കുക. എക്സ് ഓഫ് ടി ഐ പ്ലസ് വൈ ഓഫ് ടി ജെ പ്ലസ് ഇസഡ് ഓഫ് ടി കെ. ഓക്കെ, സോ ഇതിൻ്റെ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ കണ്ടുപിടിക്കണമെന്ന് വിചാരിക്കുക. ഇൻ്റഗ്രൽ എ ടു ബി ആർ ഓഫ് ടി ഡി ടി. അപ്പോൾ ഇൻഡിവിജ്വൽ ഓരോന്നിനെ എന്ത് ചെയ്താൽ മതിയോ? ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതിയോ? ഓക്കെ, ഇൻ്റഗ്രൽ എ ടു ബി ആർ ഓഫ് ടി ഡി ടി ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി എക്സ് ഓഫ് ടി ഡി ടി ഐ
പ്ലസ് ഇൻ്റഗ്രൽ എ ടു ബി വൈ ഓഫ് ടി ഡി ടി ജെ പ്ലസ് ഇൻ്റഗ്രൽ എ ടു ബി ഇസഡ് ഓഫ് ടി ഡി ടി കെ. ഇങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇതിപ്പോൾ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ആയതുകൊണ്ടാണ്. ഇൻ കേസ് നമ്മൾ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ അല്ല, വെറുതെ ഇൻ്റഗ്രൽ ഓഫ് ആർ ഓഫ് ടി ഡി ടി ആണ് കണ്ടുപിടിക്കുന്നത് ഏരിയ. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും യു വിൽ ഗെറ്റ് അനദർ ഫംഗ്ഷൻ, വീണ്ടും ഒരു വെക്ടർ ഫംഗ്ഷൻ തന്നെ കിട്ടും. സോ ലെറ്റ്സ് കോൾ ദാറ്റ് ആസ് ബിഗ് ആർ ഓഫ് ടി. ഓക്കെ, പക്ഷേ ഇതിൻ്റെ കൂടെ എന്തുകൂടി വരും? ഒരു കോൺസ്റ്റന്റ് കൂടി വരും. ഓക്കെ, ദിസ് കോൺസ്റ്റന്റ് ക്യാൻ ബി എ വെക്ടർ. ഇതൊരു വെക്ടറാണ് നമുക്ക് കിട്ടുക കേട്ടോ. അപ്പോൾ സി എന്ന് പറയുന്നത് ആക്ച്വലി ഒരു വെക്ടറാണ്. where C is something like C1i plus C2j plus C3k എന്ന് പറയുന്ന ഒരു വെക്ടർ കോൺസ്റ്റന്റ് ആണ് നമ്മളിവിടെ ആഡ് ചെയ്യുക. സാധാരണ നമ്മൾ പറയുന്നത് വെറും സി അല്ല, ഇറ്റ്സ് എ വെക്ടർ കോൺസ്റ്റന്റ് ആഡ് ചെയ്യും. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഇൻ്റഗ്രൽസ് കണ്ടുപിടിക്കുക. Alright, and now let's see some problems based on these concepts: limit, derivative, tangent line and integrals. Okay, first question. R of t is equal to t square I plus e to the power t j minus 2 cos pi t k എന്ന് പറയുന്ന ഒരു വെക്ടർ തന്നിട്ടുണ്ട്. ദെൻ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഈ വെക്ടർ ക്വാണ്ടിറ്റീസ് ഓൾ ബോൾഡ് ആയിട്ടായിരിക്കും തന്നിരിക്കുക. നമ്മൾ ഈ മുകളിലുള്ള ആരോ മാർക്ക് ഇട്ടില്ല, പകരം ബോൾഡ് ആയിട്ടായിരിക്കും തന്നിട്ടുണ്ടാവുക. ഓക്കെ, പക്ഷെ നമ്മൾ എഴുതുമ്പോൾ തീർച്ചയായിട്ടും ഈ മുകളിൽ ആരോ മാർക്ക് ഇട്ടിട്ടുണ്ടാവണം. അതാണ് നമുക്ക് വെക്ടറിനെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു മെത്തേഡ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ലിമിറ്റ് എടുക്കണം. ലിമിറ്റ് ടി ടെൻസ് ടു 0 ആർ ഡാഷ് ഓഫ് ടി. ഓക്കെ, അപ്പോൾ ക്വസ്റ്റൻ ഇതാണ്. സോ വി നീഡ് ടു ഫൈൻഡ് ലിമിറ്റ് ടി ടെൻസ് ടു 0 ആർ ഓഫ് ടി വിച്ച് ഇസ് ഈക്വൽ ടു, നമ്മൾ പറഞ്ഞ ഓരോന്നിൻ്റെയും ലിമിറ്റ് എടുത്താൽ മതിയാവും. സോ ലിമിറ്റ് ടി ടെൻസ് ടു 0 ടി സ്ക്വയർ ഐ പ്ലസ് ലിമിറ്റ് ടി ടെൻസ് ടു 0 e to the power t j plus limit t tends to 0 minus 2 cos pi t k. Okay, എന്നിട്ട് ഈ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഐ മീൻ ആസ് t tends to 0 t സ്ക്വയറിൻ്റെ ലിമിറ്റ് t സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ 0 എന്ന് കിട്ടും. സോ ഫസ്റ്റ് പാർട്ട് is 0i പ്ലസ് സെക്കൻഡ് പാർട്ട് ഇവിടെ t 0 ആകുമ്പോൾ e to the power 0. e to the power 0 എന്ന് പറയുന്നത് 1 ആണ്. So 1 times j and here cos 0 1 ആണ്. അപ്പോൾ you will get minus 2. So minus 2k എന്ന് കിട്ടും. ഇതാണ് ഈ വെക്ടറിൻ്റെ ലിമിറ്റ് ആസ് t tends to 0. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതിൻ്റെ ഡെറിവേറ്റീവുകൾ കാണാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ടി സ്ക്വയർ ഐ ഇ ടു ദി പവർ ടി ജെ ദ സെയിം ഫംഗ്ഷൻ ആയി ഡെറിവേറ്റീവ് ആണ്. ആർ ഡാഷ് ഓഫ് ഡെറിവേറ്റീവ് ആണ്, അത് 1ൽ ഇവാലുവേറ്റ് ചെയ്യുക. സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ്, അത് 0ൽ ഇവാലുവേറ്റ് ചെയ്യുക. അതാണ് ക്വസ്റ്റ്യൻ. സോ ഫസ്റ്റ് ലെറ്റ് സി ആർ ഡാഷ് ഓഫ് ടി. ഓക്കെ, ആർ ഡാഷ് ഓഫ് ടി എന്ന് പറയുന്നത് ഒരെണ്ണം ഡെറിവേറ്റീവ് കണ്ടാൽ മതി. സോ ഡെറിവേറ്റീവ് ഓഫ് ടി സ്ക്വയർ ഇസ് 2ti. ദെൻ ഡെറിവേറ്റീവ് ഓഫ് ഇ ടു ദി പവർ ടി is e to the power t j minus then minus 2 times cos pi t derivative minus cos into derivative minus sign on, so this becomes plus 2 pi sin pi t k. ഓക്കെ, ഇതാണ് അതിൻ്റെ ഡെറിവേറ്റീവ്. ഇത് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യണം. ആർ ഡാഷ് ഓഫ് 1ലാണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. സോ 2i ടിക്ക് 1 കൊടുക്കുക. സോ 2i പ്ലസ് ഇ ടു ദി പവർ 1 ഇ ജെ പ്ലസ് സൈൻ പൈ ടി 1 ആകുമ്പോൾ സൈൻ പൈ എന്ന് വരും. സൈൻ പൈ എന്ന് പറയുന്നത് 0 ആണ്. ഇതാണ് ആർ ഡാഷ് ഓഫ് 1. ആൻഡ് ഫൈൻഡ് ദ സെക്കൻഡ് ഡെറിവേറ്റീവ്. സെക്കൻഡ് ഡെറിവേറ്റീവ് വെച്ചാൽ ഫസ്റ്റ് ഡെറിവേറ്റീവിൻ്റെ ഡെറിവേറ്റീവ് എടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് ആയിരിക്കും നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് 2t is 2i plus then derivative of e to the power t is again e to the power t j plus sin pi t derivative cos pi t ആണ്. അപ്പോൾ ഇത് ഓൾറെഡി there is a 2 pi times pi cos pi t k.
ഓക്കെ, ഇങ്ങനെയാണ് കിട്ടുക. അപ്പോൾ ഇതിനകത്തേക്ക് ടിക്ക് നമ്മൾ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ആർ ഡബിൾ ഡാഷ് ഓഫ് 0. അപ്പോൾ 2വിനകത്ത് ടി ഇല്ലാത്തതുകൊണ്ട് അതങ്ങനെ തന്നെ ഉണ്ടാവും. 2i പ്ലസ് ദെൻ ഇ ടു ദി പവർ 0. ഇ ടു ദി പവർ 0 1 ആണ്. അപ്പോൾ അത് ജെ എന്ന് കിട്ടും. കോസ് 0 നമുക്ക് 1 കിട്ടുക. സോ പ്ലസ് 2 പൈ സ്ക്വയർ കെ എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് ആർ ഡബിൾ ഡാഷ് ഓഫ് 0 എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെ ഫസ്റ്റ് ഡെറിവേറ്റീവുകൾ കാണും. ഓരോ ടൈമിൻ്റെ ഡെറിവേറ്റീവുകൾ കണ്ടുപിടിച്ചാൽ മതിയാവും. ഓക്കെ, അതിനകത്തേക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ അതാണ് അതിൻ്റെ ഐഡിയ. സോ ഫസ്റ്റ് ഡെറിവേറ്റീവ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സെക്കൻഡ് ഡെറിവേറ്റീവ് അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ദാറ്റ്സ് ഇറ്റ്. And this is the third question. R of t equal to cos ti plus sin tj plus tk. T naught equal to pi by 4. അപ്പോൾ pi by 4ലെ നമുക്ക് ഇതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. R dash at t naught and sketch the graph of. ഇതിൻ്റെ ഗ്രാഫോടെ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യണം. ഓക്കെ, ഡെറിവേറ്റീവിൻ്റെ ഗ്രാഫും കൂടി അറ്റ് പോയിന്റ് ടി നോട്ടിൽ നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് ആണ് എളുപ്പമാണ്. സി സോ ആർ ഡാഷ് ഓഫ് ടി is equal to derivative of cos t minus sin ti plus derivative of sin t cos tj plus derivative of t is 1 k. ഇതാണ് ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയാം. റൈറ്റ്, അത് പൈ ബൈ 4ൽ ഇവാലുവേറ്റ് ചെയ്യണം. സോ ആർ ഡാഷ് ഓഫ് പൈ ബൈ 4 is equal to minus sin pi by 4i plus cos pi by 4j plus k. Sin pi by 4ന്റെ വാല്യൂ 1 by square root of 2 ആണ്. സോ മൈനസ് 1 by square root of 2i plus cos pi by 4 is again 1 by square root of 2j plus k എന്ന് കിട്ടും. ഇതാണ് ആർ ഡാഷ് ഓഫ് പൈ ബൈ 4 എന്ന് പറയാം. ഈ കർവ് നമ്മൾ ഓൾറെഡി ട്രേസ് ചെയ്തിട്ടുള്ള കർവാണ്. ഇത് നമ്മുടെ ഹെലിക്സ് ആണ്. ഇത് ഹെലിക്സ് ആണ്. ദാറ്റ് ഈസ് അറ്റ് t equal to 0 ഈ പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും and it goes like this. ഓക്കെ, ഇതാണ് നമ്മുടെ കർവ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ t equal to pi by 4ൽ ഓക്കെ, അപ്പോൾ ഇതാണ് t equal to 0, x ആക്സിസ്, y ആക്സിസ്, z ആക്സിസ്. t equal to 0ലാണ് ഈ പോയിന്റ് കിട്ടുക. t equal to pi by 4ൽ it is somewhere here. ഇതായിരിക്കും എൻ്റെ ആംഗിൾ. t equal to pi by 2 എന്ന് പറയുമ്പോൾ x to y കോർഡിനേറ്റ് വരുമല്ലോ. ഇതാണ് 90 ഡിഗ്രി ആംഗിൾ. അപ്പോൾ അതിൻ്റെ നേരെ ഇത് മൊത്തമാണ് 90 ഡിഗ്രി ആംഗിൾ. അതിൻ്റെ നേരെ ഹാഫ് ആണ് പൈ ബൈ 4, 45 ഡിഗ്രി ആംഗിൾ. അപ്പോൾ ഏകദേശം ഇവിടെയാണ് ആ പോയിന്റ് വരിക. ഓക്കെ, അപ്പോൾ ആർ ഡാഷ് ഓഫ് ഇതാണ് ജനറലി ആർ ഓഫ് ടിയുടെ കർവ് ഇതാണ് വരിക. അത് ഒരു പെർട്ടിക്കുലർ പോയിന്റ് നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പൊസിഷൻ വെക്ടറാണ് കിട്ടുക. റൈറ്റ്, അപ്പോൾ ഈ കർവാണ്, ഈ പോയിന്റിലേക്കുള്ള ഈ കർവാണ് നമ്മുടെ ആർ ഓഫ് പൈ ബൈ 4 എന്ന് പറയാം. ആർ ഓഫ് പൈ ബൈ 4. ഇനി ഇതിൻ്റെ ഡെറിവേറ്റീവുകൾ നമുക്ക് പറയണം. ആർ ഡാഷ് ഓഫ് പൈ ബൈ 4. ആർ ഡാഷ് ഓഫ് പൈ ബൈ 4 എന്ന് പറയുന്നത് ഇവിടുന്ന് ഇതിൻ്റെ ഒരു ടാൻജന്റ് കർവ് ആയിരിക്കും. സി, ഇങ്ങനെ ഒരു ടാൻജന്റ് ഉണ്ടാവും. ഈ ടാൻജന്റ് ആണ് ആർ ഡാഷ് ഓഫ് പൈ ബൈ 4 എന്ന് പറയും. ഇതാണ് ഇതിൻ്റെ ഐഡിയ. ഓക്കെ, ഓൾറൈറ്റ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ക്വസ്റ്റ്യൻ നമ്പർ 3. Now question number 4. Find parametric equations of the tangent line to the circular helix. അപ്പോൾ ടാൻജന്റ് ലൈൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം, അതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ സർക്കുലർ ഹെലിക്സ് ആണ് അല്ലേ. അപ്പോൾ ഹെലിക്സിൻ്റെ എക്സ് കോർഡിനേറ്റ് തന്നിട്ടുണ്ട്, വൈ കോർഡിനേറ്റ് തന്നിട്ടുണ്ട്, ഇസഡ് കോർഡിനേറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആസ് എ വെക്റ്റർ, ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു റൈറ്റ് ദാറ്റ് ആസ് എ വെക്റ്റർ. സോ ആർ ഓഫ് ടി ഈസ് ഈക്വൽ ടു, ആൻഡ് ആർ ഓഫ് ടി ഈസ് ഓൾവേസ് എക്സ് ഓഫ് ടി ഐ plus y of tj plus z of t k ആണ്. So when you substitute the values, this is what you will get. Cos ti plus sin tj plus tk. ഇതാണ് ആർ ഓഫ് ടി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ടാൻജന്റ് ലൈൻ്റെ ഇക്വേഷൻ്റെ ഫോർമുല നമ്മൾ ഓൾറെഡി കണ്ടിരുന്നു. Equation of tangent line, right? So
So r of t is equal to r of t naught plus t times r dash of t naught. ഇതാണ് ഫോർമുല, റൈറ്റ്? ഇതാണ് നമ്മുടെ ഫോർമുല. അപ്പോൾ ടി നോട്ട് എന്ന് പറഞ്ഞ പോയിന്റ് നമുക്ക് തന്നിട്ടുണ്ട്. സോ ടി നോട്ട് ഈസ് ഗോയിങ് ടു ബി പൈ ആണ്. അപ്പോൾ ഫസ്റ്റ് ആർ ഓഫ് ടി നോട്ട് എന്തായാലും വേണം. സോ ആർ ഓഫ് പൈ ആദ്യം കണ്ടുപിടിക്കാം. പൈ എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. സി ദിസ് ഈസ് വാട്ട് പോയിന്റ്, ടി നോട്ട് ഈസ് പൈ. ഓക്കെ, സോ ആർ ഡാഷ് ഓഫ് പൈ ആദ്യം കണ്ടുപിടിക്കാം. സോ കോസ് പൈ okay, I use this notation, cos pi, sin pi and pi. Okay, when you simplify, cos pi is -1, sin pi is 0 and pi. So this is what r of pi. Okay, now r dash of t കണ്ടുപിടിക്കാം. r dash of t derivative, cos t derivative minus sin t, sin t derivative cos t, and derivative of t is 1. So this is what r dash of t as a vector. And പിന്നെ നമുക്ക് വേണ്ടത് r dash of pi വേണം, റൈറ്റ്? ഫോർമുലയ്ക്കകത്ത് r dash of t നോട്ടും കൂടിയുണ്ട്. അപ്പോൾ r dash of pi കൂടി കണ്ടുപിടിക്കണം. So r dash of pi is minus sin pi cos pi 1. Simplify ചെയ്യുമ്പോൾ sin pi is 0, cos pi is -1 and this is 1. Okay, therefore equation of the tangent. Equation of the tangent line നമ്മുടെ ഫോർമുല ഇവിടെ എഴുതിയിട്ടുണ്ട്. സോ r of t is equal to r dash of t naught, sorry, r of t naught, r of pi നമ്മൾ കണ്ടുപിടിച്ചു, -1 0 pi plus t times r dash of pi. R dash of pi is 0 -1 1. Okay, ഫസ്റ്റ് നമ്മൾ ഇതാണ് ആദ്യം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. r of t naught എന്ന് പറയുന്നത് r of pi ആണ്. അപ്പോൾ നമ്മൾ ഈ വെക്ടർ എടുക്കും. And then plus t times r dash of t naught. R dash of pi എന്ന് പറയുന്നത് ഈ വാല്യൂ ആണ്. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടുക, which is equal to -1, right? -1, then 0 plus minus t, or it's minus t, then pi plus t. ഇതാണ് നമ്മുടെ ഇക്വേഷൻ, റൈറ്റ്? അതിൻ്റെ പാരാമെട്രിക് ഇക്വേഷൻ ആണ് ചോദിച്ചിരിക്കുക. പാരാമെട്രിക് ഇക്വേഷൻ എന്ന് വെച്ചാൽ അതിൻ്റെ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും ഇസഡ് കോർഡിനേറ്റും എഴുതിയാൽ മതിയോ. സോ എക്സ് ഈസ് നത്തിങ് ബട്ട് ആസ് ദിസ് ഇസ്. ഇതിപ്പോൾ ഒരു പാരാമെട്രിക് ഇക്വേഷൻ ആണ് തന്നിരിക്കുക എന്ന് പറഞ്ഞ പോലെ എഴുതിയാൽ മതി. അപ്പോൾ അതിൻ്റെ എക്സ് കോർഡിനേറ്റ് ഇസ് ഈക്വൽ ടു -1 and y coordinate is equal to -t and z coordinate is equal to pi plus t. And this is the parametric equation of the tangent line. All right, ഇതാണ് അതിൻ്റെ ആൻസർ. Okay, അപ്പോൾ hope you get that. അപ്പോൾ ഇതുപോലെ തന്നെ ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ് ഇവിടെ ഹോംവർക്ക് ആയിട്ട് തന്നിരിക്കുക. r of t is equal to sin ti plus cos x tj plus tan inverse of k. ഓക്കെ, ഈ cos h t എന്ന് പറയുന്ന ഹൈപ്പർബോളിക് ഫംഗ്ഷൻ ആണ്. ഇതിൻ്റെ ഡെഫിനിഷനും ഇതിൻ്റെ ഡെറിവേറ്റീവിൻ്റെ ഒക്കെ ഫോർമുല യു ക്യാൻ ജസ്റ്റ് സെർച്ച് ഫോർ ഇറ്റ്. ഓക്കെ, ആൻഡ് ദെൻ ഡു ഇറ്റ്. ഇവിടുത്തെ പോയിന്റ് തന്നിരിക്കുന്നത് 0 1 0 എന്ന് പറയുന്ന പോയിന്റ് ആണ്. ടി നോട്ട് ഇസ് ആക്ച്വലി ഇറ്റ് ഇസ് ജസ്റ്റ് ജെ. ടി നോട്ട് എന്ന് പറയുന്നത് ജെ മാത്രമാണ്. അപ്പോൾ ഇതിൻ്റെ ടാൻജന്റ് ലൈൻ്റെ ഇക്വേഷൻ ഹോംവർക്ക് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കാം. ഓൾറൈറ്റ്, നെക്സ്റ്റ് ഇസ് ആർ ഓഫ് ടി തന്നിട്ടുണ്ട്. നമുക്ക് ഈ ഇൻ്റഗ്രൽ കണ്ടുപിടിക്കണം. നമ്മൾ പറഞ്ഞ പോലെ ഇൻ്റഗ്രൽ 0 to 1 r of t dt is equal to integral 0 to 1 t square dt I plus integral 0 to 1 e to the power dt j minus integral 0 to 1 2 cos pi t dt k. ഇങ്ങനെ ഓരോന്നിൻ്റെ ഇൻ്റഗ്രൽ കണ്ടുപിടിച്ചാൽ മതിയാവും. So integral of t square is t cube by 3 from 0 to 1. The vector formula എഴുതാം. Then
ഇ ടു ദി പവർ ടിയുടെ ഇൻ്റഗ്രൽ ഇ ടു ദ പവർ ടി തന്നെയാണ്. അപ്ലൈ ദ ലിമിറ്റ് ഫ്രം 0 to 1. ദെൻ കോസ് പൈ ടിയുടെ ഇൻ്റഗ്രൽ സൈൻ പൈ ടി ആണ്. സോ -2 sin pi t by pi from 0 to 1. ഓക്കെ, ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് അപ്പർ ലിമിറ്റ് 1 കൊടുക്കുമ്പോൾ 1/3 എന്ന് കിട്ടും. ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 0 ആണ്. ഇത് 1/3 ആൻഡ് ഇ ടു ദി പവർ 1 ഇ മൈനസ് ഇ ടു ദി പവർ 0 is 1. സോ ഇ മൈനസ് 1. ഇവിടെ 1 കൊടുക്കുമ്പോൾ സൈൻ പൈ എന്നാണ് കിട്ടുക. സൈൻ പൈ 0 മൈനസ് സൈൻ 0 കൊടുക്കുമ്പോൾ നമുക്ക് 0 കിട്ടും. ഓക്കെ, സോ ദി ആൻസർ ഈസ് 1/3i പ്ലസ് ഇ മൈനസ് 1 ജെ പ്ലസ് 0k. ഇതാണ് ഇതിൻ്റെ ഇൻ്റഗ്രൽ. ആൻഡ് ക്വസ്റ്റ്യൻ നമ്പർ 6, ഇതൊരു ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇപ്പോൾ ഡെറിവേറ്റീവ് ആണ് തന്നിരിക്കുന്നത്, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് y of t ആണ്. ദാറ്റ്സ് എ തിങ്. അപ്പോൾ y ഡാഷ് തന്നിട്ടുണ്ട്, വി ആർ സപ്പോസ് ടു കാൽക്കുലേറ്റ് y of t or we are supposed to find y of t, റൈറ്റ്? അപ്പോൾ y ഡാഷിൽ നിന്ന് y കിട്ടാൻ ഇറ്റ്സ് ഇനഫ് ടു ഇൻ്റഗ്രേറ്റ്, റൈറ്റ്? അപ്പോൾ ജസ്റ്റ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു കോൺസ്റ്റൻറ്റ് കിട്ടും. ആ കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഇനിഷ്യൽ കണ്ടീഷൻ തന്നിട്ടുണ്ടാവും. when t equal to 0 y of 0 becomes i minus j. എന്നിട്ട് അത് ഇക്വേറ്റ് ചെയ്തിട്ട് കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കുക. ഇതാണ് ഐഡിയ. അപ്പോൾ ഇവിടെ ഒരു ഫസ്റ്റ് വൺ ഇസ് ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഒരു ഡെറിവേറ്റീവേ ഉള്ളൂ. സെക്കൻഡ് വണ്ണിനകത്ത് 2 പ്രാവശ്യം ഡെറിവേറ്റീവ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ 2 പ്രാവശ്യം ഇൻ്റഗ്രേറ്റ് ചെയ്യണം. സെക്കൻഡ് വൺ 2 കണ്ടീഷനും തന്നിട്ടുണ്ടാവും. y of 0 is given and y dash of 0 is given. ഓക്കെ, അപ്പോൾ ഞാൻ സെക്കൻഡ് വണ്ണാണ് ഇവിടെ ചെയ്യുക. ഫസ്റ്റ് വൺ യു ക്യാൻ ട്രൈ ആസ് എ ഹോംവർക്ക്, റൈറ്റ്? സോ ഡു ദിസ് ആസ് എ ഹോംവർക്ക്. സെക്കൻഡ് വൺ ഞാൻ ചെയ്യാം. ഓക്കെ, ലുക്ക് അറ്റ് ദിസ്. അപ്പോൾ y ഡബിൾ ഡാഷ് ഓഫ് ടി ആണ് നമുക്ക് തന്നിട്ടുള്ളത്, റൈറ്റ്? അപ്പോൾ y ഡബിൾ ഡാഷിൽ നിന്ന് നമുക്ക് y ഡാഷ് കണ്ടുപിടിക്കണം. അതാണ് നമ്മുടെ പ്രശ്നം, y ഡാഷ് കണ്ടുപിടിക്കണം. അപ്പോൾ y ഡബിൾ ഡാഷിൽ നിന്ന് y ഡാഷ് കണ്ടുപിടിക്കാൻ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതിയാവും, റൈറ്റ്? അപ്പോൾ y ഡാഷ് ഇതാണ് ഫോർമുല. സോ y ഡാഷ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ഇറ്റ്സ് എ വെക്ടർ ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ഇൻ്റഗ്രൽ y ഡബിൾ ഡാഷ് ഓഫ് ടി. y ഡബിൾ ഡാഷിൻ്റെ ഇൻ്റഗ്രൽ എടുക്കുമ്പോഴാണ് y ഡാഷ് കിട്ടുക, റൈറ്റ്? അപ്പോൾ നമുക്കിത് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഈ ഫംഗ്ഷൻ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടുക. സോ ഐ വിൽ റൈറ്റ് ദാറ്റ് ഇൻ വെക്ടർ ഫോം. സോ ഇൻ്റഗ്രൽ ഓഫ് 12t സ്ക്വയർ dt കോമ ആൻഡ് ഇൻ്റഗ്രൽ ഓഫ് -2t, ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക, റൈറ്റ്? പ്ലസ് നമ്മളൊരു കോൺസ്റ്റന്റ് ആഡ് ചെയ്യണം, ആൻഡ് ദാറ്റ് ഈസ് എ വെക്ടർ വിച്ച് ഈസ് ഈക്വൽ ടു 12t സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ എടുക്കുമ്പോൾ നമുക്ക് കിട്ടും 12t³ 3 എന്ന് കിട്ടും. 3യും 12ഉം കൂടി ക്യാൻസൽ ആയിട്ട് 4 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് 4t³ എന്ന് എഴുതാം ഫസ്റ്റ് പാർട്ട്. ദെൻ -2tയുടെ ഇൻ്റഗ്രൽ -2tയുടെ ഇൻ്റഗ്രൽ t²/2, 2 ക്യാൻസൽ ആയി പോയിട്ട് -t² എന്ന് എഴുതാം. പ്ലസ് ഒരു വെക്ടർ c എഴുതാം. ഓക്കെ, അപ്പോൾ ഇതാണ് y ഡാഷ് ഓഫ് ടി എന്ന് കിട്ടും. അപ്പോൾ ഇതിനകത്തൊരു കോൺസ്റ്റന്റ് ഉണ്ട്. ഈ കോൺസ്റ്റന്റ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. ഈ കോൺസ്റ്റന്റ് കണ്ടുപിടിക്കണം, c എന്ന് പറയുന്ന വെക്ടർ കണ്ടുപിടിക്കണം. അതിനാണ് നമുക്ക് ഇവിടെ ഒരു കണ്ടീഷൻ തന്നിരിക്കുക. സി y ഡാഷ് ഓഫ്, നമുക്ക് ഇപ്പം നമ്മുടെ കയ്യിൽ y ഡാഷ് ആണ് ഉള്ളത്. സോ y ഡാഷ് ഓഫ് 0 ഈക്വൽ ടു 0, അങ്ങനെ ഒരു കണ്ടീഷൻ നമുക്ക് തന്നിട്ടുണ്ട്. സോ ഗിവൺ ദാറ്റ് y ഡാഷ് ഓഫ് 0 ഈക്വൽ ടു 0, ഓക്കെ. അപ്പോൾ y ഡാഷ് ഓഫ് 0 എന്ന് പറയുന്നത് y ഡാഷ് ഓഫ് ടി ആണ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിരിക്കുക. ഇതിനകത്തേക്ക് t 0 കൊടുക്കുമ്പോൾ നമുക്ക് ആൻസർ 0 കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുക. അപ്പോൾ നമ്മൾ t 0 കൊടുക്കുന്നത് വിചാരിക്കുക. അപ്പോൾ ഇതാണ് ആൻസർ. സോ 4 ടൈംസ് 0² 0³ 0 കിട്ടും, -t² -0, tക്കെല്ലാം 0 കൊടുക്കണം, അപ്പോൾ അതും 0 ആയി, പ്ലസ് ഒരു വെക്ടർ c ഉണ്ട്. അപ്പോൾ ഇതാണ് y ഡാഷ് ഓഫ് 0 എന്ന് പറയാം, റൈറ്റ്? ഇതിനകത്തേക്ക് 0 കൊടുക്കുമ്പോൾ കിട്ടുന്നതാണ് y ഡാഷ് ഓഫ് 0, ആൻഡ് ദിസ് ഈസ് ദാറ്റ് വെക്ടർ പ്ലസ് c വിച്ച് ഈസ് ഈക്വൽ ടു റൈറ്റ് സൈഡ് 0 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ വിച്ച് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇതൊരു വെക്ടർ 0 ആണ്. അപ്പോൾ c എന്ന് പറയുന്ന വെക്ടർ എന്ത് വെക്ടറായി? ദാറ്റ് ഇംപ്ലൈസ് c ഈക്വൽ ടു 0 എന്ന് എഴുതും. അപ്പോൾ നമുക്ക് y ഡാഷ് ഓഫ് ടി ഒന്നുകൂടി ക്ലിയർ ആയിട്ട് എഴുതാം. സോ y ഡാഷ് ഓഫ് ടി ഈസ് ഈക്വൽ ടു, സോ y ഡാഷ് ഓഫ് ടി ഈസ് ഈക്വൽ ടു 4t³ -t². ഓക്കെ, ഇതാണ് y ഡാഷ് ഓഫ് ടി. ആൻഡ് ആക്ച്വലി നമുക്കതും പോലെ നമുക്ക് y ഓഫ് ടി ആണ് വേണ്ടത് ആക്ച്വലി, റൈറ്റ്?
y of t എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എന്തായിരിക്കും, ഇതിൻ്റെ ഇൻ്റഗ്രൽ ആയിരിക്കും. ഇൻ്റഗ്രൽ y dash of t dt. ഓക്കെ, പ്ലസ് ആ കൂടെ നമുക്കൊരു കോൺസ്റ്റന്റ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. സോ വിച്ച് ഇസ് ഈക്വൽ ടു as a vector integral 4t cube dt, integral minus t square dt പ്ലസ് ഒരു c ഉണ്ടാവും. റൈറ്റ്, പിന്നെ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. 4t ക്യൂബിൻ്റെ ഇൻ്റഗ്രൽ 4t to the power 4/4 ആണ്. 4ഉം 4ഉം ക്യാൻസൽ ആയി പോയിട്ട് t to the power 4 എന്ന് കിട്ടും, ഇനി മൈനസ് ടി സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ മൈനസ് ടി ക്യൂബ് ബൈ 3 ആണ്, മൈനസ് ടി ക്യൂബ് ബൈ 3. ഓക്കെ, സോ ദാറ്റ്സ് ഇൻ്റഗ്രൽ പ്ലസ് സി. അപ്പോൾ ഇവിടെ നമുക്കൊരു സി വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ വീണ്ടും നമുക്ക് ഈ സി കണ്ടുപിടിക്കണം. അപ്പോൾ ഈ സി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് വൈയിലുള്ള ഒരു ഇനിഷ്യൽ കണ്ടീഷൻ തന്നിട്ടുണ്ടാവും. y ഓഫ് സംതിങ്, y ഓഫ് 0 നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷൻ ഇതാണ്, y ഓഫ് 0 is equal to 2i minus 4j എന്ന് തന്നിട്ടുണ്ട്. y of 0 is equal to 2i minus 4j, അല്ലെങ്കിൽ നമുക്ക് വെക്ടർ ആയിട്ട് എഴുതിയാൽ 2 minus 4 ഇങ്ങനെ എഴുതാം. റൈറ്റ്, അപ്പോൾ y of 0 ഇതാണെന്ന് പറഞ്ഞിരിക്കുക. അപ്പോൾ ടിക്ക് 0 കൊടുക്കുമ്പോൾ കിട്ടുന്നതായിരിക്കും y of 0. ഇത് നമുക്ക് 0 കൊടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുമെന്ന് ചോദിച്ചാൽ, സോ ദാറ്റ് മീൻസ് ദാറ്റ് ഇംപ്ലൈസ് y of 0, ഇതിനകത്തേക്ക് 0 കൊടുക്കാം. 0 കൊടുക്കുമ്പോൾ ടി ടു ദ പവർ 4ൽ ടി 0 കൊടുക്കുമ്പോൾ 0, ഇതും 0 ആവും, പ്ലസ് ഒരു വെക്ടർ സി ഉണ്ടാവും. വെക്ടർ സി ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 2 minus 4 എന്ന് കിട്ടും. റൈറ്റ്, അപ്പോൾ ഇത് 0 വെക്ടർ ആണ്. അപ്പോൾ സി എന്ന് പറയുന്നത് വെക്ടർ 2 minus 4 ആണ്. റൈറ്റ്, therefore y of t എന്ന് പറയുന്നത് എന്തായിരിക്കും, t to the power 4 minus t cube by 3 plus c എന്ന് പറയുന്നത് നമുക്ക് 2 minus 4 എന്ന് കിട്ടി. ഇത് കമ്പൈൻ ചെയ്താൽ ദാറ്റ് ഈസ് വെക്ടർ t to the power 4 plus 2, minus t cube by 3 minus 4 എന്ന് കിട്ടും. ഇതാണ് y dash of t എന്ന് പറയുന്നത്. അപ്പോൾ ഫൈനൽ ആൻസറിനകത്ത് നമുക്ക് ഈ കോൺസ്റ്റന്റുകളൊന്നും ഉണ്ടാവില്ല, പകരം ടിയിലുള്ള ഫംഗ്ഷൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിനകത്ത് അൺനോൺ ക്വാണ്ടിറ്റീസ് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, ഇതാണ് അതിൻ്റെ ആൻസർ. അപ്പോൾ ഇതിനാണ് നമ്മൾ ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം എന്ന് പറയാം. അപ്പോൾ ഇത് സെക്കൻഡ് ഡെറിവേറ്റീവ് ആയതുകൊണ്ട് 2 പ്രാവശ്യം ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടി വന്നു. സെക്കൻഡ് ഓർഡർ ഇക്വേഷൻ ആയിരുന്നു, y ഡബിൾ ഡാഷ് ആയിരുന്നു തന്നിരുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പ്രോബ്ലത്തിലാണെങ്കിൽ ഒറ്റ പ്രാവശ്യം തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ആ സി കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത്രയും പ്രോബ്ലംസ് ആണ് ഈ സെക്ഷനിൽ നിന്ന് സാധാരണയായിട്ട് ചോദിച്ച് കാണാറുള്ളത്. സോ പ്രാക്ടീസ് ദീസ് ക്വസ്റ്റ്യൻസ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദീസ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഓൾറൈറ്റ്, അപ്പോൾ നമുക്ക് ഈ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.